ആണോ? എന്താണ് മൊത്തത്തിലുള്ള അഭിപ്രായം? എന്തോ എന്നാലാണ് നമുക്ക് എല്ലാം ഒന്ന് കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവും. അടിപൊളി പടം, ഒരു രക്ഷയില്ല. പടം കോമഡിയാണ്. നമുക്ക് കണ്ടിരിക്കാൻ കുറേ ഉണ്ട്. കുറേ നേരത്തെ മൂവിയിൽ നിന്നും എല്ലാം കുറേ എന്താ പറയുക റെഫറൻസ് ഒക്കെ കുറേ വരുന്നുണ്ട്. അപ്പം അടിപൊളി പടം, ഒന്നും പറയാനില്ല. സൂപ്പർ. രണ്ടുപേരും ഒരേപോലെ കിടിലം പെർഫോമൻസ് ആയിരുന്നു. ആക്ടിങ് വൈസ് ഒക്കെ നമുക്കറിയാലോ, ഇവരെ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. രണ്ടുപേരും അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഒരു പ്രാവശ്യം കൂടെ കാണാൻ പറ്റില്ല. ഇത്രയും നാൾ ഞാൻ മാർവല് താഴ്ന്നു പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പടം കലക്കി, ഒന്നും പറയാനില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെയ്ക്കും പുതിയൊരു ഇപ്പോൾ MCU ഇരിക്കുന്ന ഫുള്ള് എന്താ പറയുക ആക്ഷൻ, ടോപ്പ് നോച്ച് ആക്ഷനാണ് MCU ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടിരിക്കുന്നത്. പിന്നെ സ്റ്റോറി, പിന്നെ ആക്ടിങ്, എല്ലാവരുടെയും ആക്ടിങ്, കോമഡി എല്ലാം അടിപൊളി എക്സ്പീരിയൻസ്. മാർവലിൻ്റെ ഒന്നൊന്നര പടം വെരി ഹാപ്പി, വെരി പൊന്നോ. തിയേറ്ററിൽ ആഘോഷിക്കാനുള്ള എല്ലാ സ്റ്റഫുണ്ട്. ആൻഡ് നോ സ്പോയിലേഴ്സ്, എല്ലാ തിയേറ്ററിൽ തന്നെ അത് കാണണം. ഇഷ്ടം പോലെ ആഘോഷിക്കാനുള്ളത്. ഇറ്റ്സ് സോ ഫക്കിംഗ് ഗുഡ്. Haven't seen anything this exciting in a really long time. So good, so good. Everybody must watch it. വിഷ്വൽസ് നമുക്ക് മാർവലിൽ കിട്ടുന്ന അതേ ഇതുണ്ട്. പക്ഷെ നമ്മളെന്താ കുറച്ച് നാളായിട്ട് മാർവലിനെ മിസ് ചെയ്ത ത്രില്ല് നമുക്ക് തിരിച്ചു. ഡെഡ്പൂൾ പൊതുവെ ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു അവതരണമാണല്ലോ. അതെ, ഡെഡ്പൂൾ തീർച്ചയായിട്ടും. ഡെഡ്പൂളിന്റെ എന്താണ് ഫസ്റ്റ് സെക്കൻഡ് മുന്നിൽ, അല്ലെങ്കിൽ ഈവൻ കോമിക്സിൽ അല്ലെങ്കിൽ കാർട്ടൂണിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഡെഡ്പൂൾ എന്നാണോ അത് നമുക്ക് ഇതിൽ തിരിച്ചു കിട്ടുന്നുണ്ട്. എഗെയിൻ MCUലേക്ക് വരുമ്പോൾ ഇത് എന്താ കുറച്ചുകൂടെ ഒന്ന് ടോൺ ഡൗൺ ചെയ്യുമെന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഒരു ടോൺ ഡൗണും ഇല്ല. R-rated ആണ്. ഇറ്റ്സ് ലൈക്ക് എ പ്രോപ്പർ എന്താ അഡൾട്ടായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. അടിപൊളി. ഞാൻ വിചാരിക്കുന്നു. പക്ഷേ നല്ല തെറ്റില്ല. ലോകന് ശേഷം ഇതിൽ തിരിച്ചു വന്നതുകൊണ്ടൊരു കുറവൊന്നും തോന്നുന്നില്ല.